ഇസ്രായേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ നൽകിയ തിരിച്ചടി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകർ വലിയ ചർച്ചയാക്കിയ ആ സംഭവത്തിൽ ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പ്രമുഖരും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഏറെ വാർത്തയാകപ്പെടാത്ത മറ്റൊരു കൂട്ടക്കൊല ഇപ്പോൾ സിറിയയിൽ നടക്കുകയാണ്. ക്രൂരമായ പ്രതികാരക്കൊലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1000-ത്തിലധികം പേരാണ് സിറിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ബാഷർ അസദിന്റെ അനുയായികളും പുതിയ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും തമ്മിൽ കൊടും സംഘർഷമാണ് നടക്കുന്നത്. കൂട്ടക്കൊലയിൽ 745 സിവിലിയന്മാർ കൊല്ലപ്പെട്ടപ്പോൾ 125 സുരക്ഷാ സൈനികരും 148 ഭീകരന്മാരും കൊല്ലപ്പെട്ടതായി ബ്രിട്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു. അസദുമായി ബന്ധമുള്ള സായുധ സേനയിലെ അംഗങ്ങളാണ് ഈ ഭീകരർ. അതിനു പുറമെ ലാക്ടാഗിയ നഗരത്തിൽ വൈദ്യുതിയും ശുദ്ധജല വിതരണവും നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് അവർ പറയുന്നു. 14 വർഷം മുമ്പ് തുടങ്ങിയ സിറിയൻ ആഭ്യന്തര കലാപത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾക്കാണ് വ്യാഴാഴ്ച തുടക്കം കുറിച്ചത്. 3 മാസം മുമ്പ് അസദിനെ പുറത്താക്കി ഡമാസ്കസിൽ അധികാരത്തിലെത്തിയ പുതിയ സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് ഈ ആക്രമണങ്ങൾ ഉയർത്തുന്നത്. സ്ത്രീകൾക്കെതിരെയും കൊടും ക്രൂരതകളാണ് അരങ്ങേറുന്നതെന്ന് ദൃക്സാക്ഷികളും വെളിപ്പെടുത്തുന്നുണ്ട്. നഗ്നരായി നിരത്തിലൂടെ നടക്കാൻ നിർബന്ധിതരായ സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ സർക്കാരിനോട് കൂറു പുലർത്തുന്ന സുന്നി പടയാളികളാണ് അസദിനെ പിന്തുണയ്ക്കുന്ന അലാവൈറ്റ് വിഭാഗത്തിന് നേരെ ആദ്യമായി അക്രമം അഴിച്ചുവിട്ടതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടങ്ങളിലും നിരത്തുകളിലും വീടുകൾക്കുള്ളിലും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചിലയിടങ്ങളിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിനെ അക്രമികൾ തടയുകയും ചെയ്യുന്നുണ്ട്. അക്രമം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയ ബനിയാസ് നഗരത്തിൽ പലരും പലായനം ചെയ്യുകയാണ്. അസദ് സർക്കാർ ചെയ്ത ക്രൂരതകൾക്കുള്ള പ്രതികാരമായിട്ടാണ് അലവൈറ്റ് സമൂഹത്തെ ആക്രമിക്കുന്നത് എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തെരുവിൽ മരിച്ചു വീഴുന്നത് നിരവധി പേരാണ്. ഇതിനോടകം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരും ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുകയാണ്. അസദിന്റെ അനുയായികളും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ തെരുവുകളിൽ കാണാൻ കഴിയുന്നത്. 745 സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ 148 ഭീകരന്മാരും ഇതിനിടയ്ക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അസദുമായി ബന്ധപ്പെട്ടിട്ടുള്ള സായുധ സേനയിലെ അംഗങ്ങളാണ് ഇവർ. അതേസമയം പലയിടങ്ങളിലും ജലവൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. 3 മാസം മുമ്പ് അസദിനെ പുറത്താക്കി ഡമാസ്കസിൽ അധികാരത്തിലെത്തിയ സർക്കാരിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെയാണ് ഇതൊക്കെ ഉയർത്തുന്നത്. സ്ത്രീകൾക്കെതിരെയും കടുത്ത നടപടികൾ തന്നെയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.